ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത് സ്വപ്നമായിരുന്നോ? മനസ്സിന്റെ തോന്നലായിരുന്നോ? അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലുമാണോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇന്നും രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ രാത്രിയെ ഞാൻ ഓർക്കാറുണ്ട്. കാരണം അന്ന് ഞാൻ കണ്ടത് ഞാൻ മാത്രം കണ്ടതല്ലായിരുന്നു. ഏകദേശം ഒരു വർഷം മുമ്പ്, പരീക്ഷ അടുത്തെത്തിയ ദിവസങ്ങൾ. വീട്ടിലെല്ലാവർക്കും ഒരു ബന്ധുവീട്ടിൽ പോകേണ്ട സാഹചര്യം വന്നു. അമ്മയും അച്ഛനും സഹോദരിയും രാവിലെ തന്നെ പോയി. നാളെ പരീക്ഷയല്ലേ, നീ പഠിക്ക്, ഞങ്ങൾ രാത്രി വൈകും എന്ന് പറഞ്ഞാണ് പോയത്. വീട് വലിയ പഴയ വീടായിരുന്നു. മുകളിൽ ഒരു നിലയും താഴെ 3 മുറികളും. വീടിന്റെ ചുറ്റും റബ്ബർ തോട്ടം. രാത്രിയായാൽ ആ പ്രദേശം തന്നെ മറ്റൊരു ലോകം പോലെ തോന്നും. ആ ദിവസം വൈകുന്നേരം മുതൽ മഴ തുടങ്ങി. രാത്രി 10 മണിയാകുമ്പോഴേക്കും കനത്ത മഴ. കാറ്റ് മരങ്ങളിലൂടെ വീശുന്ന ശബ്ദം, ജാലകങ്ങളിൽ മഴത്തുള്ളികൾ പതിക്കുന്ന ശബ്ദം. ഇതെല്ലാം ചേർന്ന് വീട്ടിലൊരു വിചിത്രമായ അന്തരീക്ഷം. ഞാൻ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ പുറത്തുള്ള ശബ്ദങ്ങൾ മനസ്സിനെ അസ്വസ്ഥമാക്കി. രാത്രി 1 മണി. പഠനം അവസാനിപ്പിച്ച് കട്ടിലിലിരുന്നു ഫോൺ നോക്കുകയായിരുന്നു. അപ്പോഴാണ് മുകളിലെ നിലയിൽ നിന്ന് ഠാം എന്തോ വലിയ വസ്തു വീണ ശബ്ദം. ഞാൻ ഞെട്ടി. ചില നിമിഷങ്ങൾ ചെവി കൊടുത്തു. പിന്നെ സ്വയം ആശ്വസിപ്പിച്ചു. പഴയ വീടല്ലേ, മരം ചുരുങ്ങിയതോ മറ്റോ ആയിരിക്കും. വീണ്ടും ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ശബ്ദം. ഇത്തവണ കൂടുതൽ വ്യക്തമായി. ക്രർ ക്രർ. ആരോ കസേര വലിക്കുന്നത് പോലെ. എൻ്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് പാഞ്ഞുപോയി. കാരണം മുകളിലെ നിലയിൽ ആരുമില്ലായിരുന്നു. ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. വീട് മുഴുവൻ നിശബ്ദം. അപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഹാളിലെ ലൈറ്റ് ഓൺ ആയിരുന്നു. ഞാൻ ഉറപ്പായും അത് ഓഫ് ചെയ്തതാണ്. അല്പം അസ്വസ്ഥത തോന്നിയെങ്കിലും മറന്നതായിരിക്കും എന്ന് വിചാരിച്ചു പോയി ഓഫ് ചെയ്തു. തിരിച്ചു മുറിയിലെത്തി. സമയം കടന്നുപോയി. 1:37 AM. ഫോണിൽ ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് വായിച്ച ശേഷം തല ഉയർത്തി നോക്കിയപ്പോൾ എൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. ഹാളിലെ ലൈറ്റ് വീണ്ടും ഓൺ. ഇത്തവണ ഭയം ശരിക്കും തുടങ്ങി. ഞാൻ പതുക്കെ ഹാളിലേക്ക് നടന്നു. ആരുമില്ല. പക്ഷെ ലൈറ്റ് കത്തുന്നു. സ്വിച്ച് നോക്കി. അത് ഓഫ് പൊസിഷനിൽ. എന്നാൽ ലൈറ്റ് ഓൺ. എൻ്റെ തലയിലൊന്നും കേറുന്നില്ല. ഇലക്ട്രിക്കൽ പ്രശ്നമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ടിങ് ടാങ് പാത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ശബ്ദം. ഞാൻ അവിടേക്ക് നോക്കി. ഇരുണ്ട അടുക്കള. അവിടെ പോകാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ഇത്തവണ ഭയം ശരിക്കും തുടങ്ങി. ഞാൻ പതുക്കെ ഹാളിലേക്ക് നടന്നു. ആരുമില്ല. പക്ഷെ ലൈറ്റ് കത്തുന്നു. സ്വിച്ച് നോക്കി. അത് ഓഫ് പൊസിഷനിൽ. എന്നാൽ ലൈറ്റ് ഓൺ. എൻ്റെ തലയിലൊന്നും കേറുന്നില്ല. ഇലക്ട്രിക്കൽ പ്രശ്നമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ടിങ് ടാങ് പാത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ശബ്ദം. ഞാൻ അവിടേക്ക് നോക്കി. ഇരുണ്ട അടുക്കള. അവിടെ പോകാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫോൺ വിറച്ചത്. സ്ക്രീൻ തെളിഞ്ഞു. എനിക്കൊന്നും തൊടാതെ ക്യാമറ സ്വയം തുറന്നു. ഫ്രണ്ട് ക്യാമറ. സ്ക്രീനിൽ എൻ്റെ മുഖം. ഞാൻ ഞെട്ടി. പിന്നെ സ്ക്രീനിന്റെ പിന്നിൽ, ഹാളിന്റെ അറ്റത്ത്, അവിടെ വീണ്ടും ആ രൂപം. ഈ തവണ വ്യക്തമായി. മനുഷ്യനെ പോലെ, പക്ഷെ മുഖമില്ല. ഞാൻ ഉടൻ തിരിഞ്ഞു നോക്കി. ആരുമില്ല. വീണ്ടും ഫോണിലേക്ക് നോക്കി. രൂപം ഇപ്പോൾ അല്പം അടുത്തെത്തിയിരുന്നു. എൻ്റെ കൈകൾ വിറച്ചു. ഫോൺ വീഴാൻ പോയി. ഞാൻ ക്യാമറ അടച്ചു. മുറിയിലേക്ക് ഓടി. വാതിലടച്ചു. എല്ലാ ലൈറ്റുകളും ഓൺ ചെയ്തു. അപ്പോൾ വാതിലിന് പുറത്തുനിന്ന് 3 തവണ ടക്ക് 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 ആരോ പതുക്കെ മുട്ടുന്ന ശബ്ദം. എൻ്റെ ശരീരം തണുത്തുപോയി.
വീട്ടിൽ ഞാൻ മാത്രമായിരുന്നു. ഞാൻ ശ്വാസം പോലും പിടിച്ചു. പുറത്തുനിന്ന് വീണ്ടും ശബ്ദം. ഈ തവണ വാതിലിൻ്റെ അടുത്ത് എന്തോ വലിച്ചിഴയ്ക്കുന്നത് പോലെ. ഞാൻ മുഴുവൻ രാത്രി അവിടെ ഇരുന്നു. രാവിലെ വെളിച്ചം വന്ന ശേഷമാണ് ഞാൻ ഉറങ്ങിയത്. പിന്നീട് വീട്ടുകാർ തിരിച്ചെത്തി. ഞാൻ രാത്രി നടന്നതെല്ലാം പറഞ്ഞു. അമ്മയുടെ മുഖം പെട്ടെന്ന് മാറി. അമ്മ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ നിന്നെ വിളിക്കാൻ CCTV നോക്കിയിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. അമ്മ തുടർന്നു, ഹാളിലൂടെ നീ നടന്നപ്പോൾ നീ ഒറ്റയ്ക്കായിരുന്നില്ല. എൻ്റെ ശരീരം വിറച്ചു. എന്താ അമ്മ? അമ്മ പതുക്കെ പറഞ്ഞു, നിന്റെ പിന്നിൽ ആരോ നടക്കുന്നത് പോലെ ഒരു നിഴലുണ്ടായിരുന്നു.